പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് ആ സന്ദർഭത്തിൽ തന്നെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ എതിർത്ത നിലപാട് തന്നെയാണ് കൈകാര്യം ചെയ്തത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ കേരളമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. കേരള ഗവൺമെൻറ് അന്ന് നിയമസഭയിൽ തന്നെ കൃത്യമായിട്ട് പ്രമേയം കേന്ദ്ര ഗവൺമെൻറ്റിന് തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുത്തതാണ്. ജനങ്ങളുടെ ഹിതമെന്താണ് എന്ന് ആ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനകീയ കൂട്ടായ്മകളും എല്ലാം തന്നെ ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഹിന്ദുത്വ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഓരോരോ ചെറു വഴികളാക്കി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാറിൻ്റെ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുത്വ രാഷ്ട്രമായി ഈ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഇതിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമപരമായിട്ടും അതുപോലെ തന്നെ ഈ നിയമത്തിനെതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് കേരളം ഒന്നടങ്കം തീരുമാനിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ്. ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനും പറഞ്ഞത്. ആ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വർഗീയ ഇടപെടലാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമല്ലേ, അപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യലൊക്കെ സാധ്യമായിരിക്കും ഇപ്പോൾ? അല്ല, തെരുവിലിറങ്ങുന്നതിന് ഏത് സന്ദർഭവും അതിന് തടസ്സമല്ല. ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും. അതിനെ മതധ്രുവീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നാടല്ല ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. ഗവർണർ തൊട്ടപ്പുറത്തുണ്ടല്ലോ, അദ്ദേഹം അല്പസമയം മുമ്പ് ഒരു കമന്റ് പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം കാലങ്ങൾക്ക് മുൻപേ ഉറപ്പ് നൽകിയിരുന്നതാണ്, മുസ്ലിം വിരുദ്ധമല്ല എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാലേ മനസ്സിലാവും. ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഒരു വിഭാഗത്തിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വമ്പിച്ച കടന്നാക്രമത്തെ പ്രതിരോധിക്കുമ്പോൾ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ പറ്റി എല്ലാവർക്കും അറിയാം. കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന, അത് പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരിക്ക് RSSൻ്റെയും BJPയുടെയും വക്താവായ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേറെ മറുപടി ഒന്നും പറയേണ്ട കാര്യം. കേരളത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിനൊക്കെ സാധ്യതയുണ്ടോ മാഷേ ഈ ഘട്ടത്തിൽ? അല്ല, യോജിപ്പ് ഞങ്ങൾ മാത്രം തീരുമാനിച്ചാൽ യോജിപ്പിൻ്റെ പശ്ചാത്തലം വരില്ലല്ലോ. അത് തീരുമാനിച്ചിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഒന്നിനെയും അംഗീകരിച്ച് ഒരു വികസന പ്രവർത്തനം ഉൾപ്പെടെ ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമാണ് ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. നമുക്ക് നോക്കാം. അത് ആ തിരിച്ചടി ജനങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. അതിന് പകരം വേറൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വർഗീയവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അവരെല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാതിരി പ്രവർത്തനങ്ങളാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് എണിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ വരുമോ, ആരൊക്കെ ഇതുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുമോ, അവരൊക്കെയായിട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിർവരമ്പും ഇതിനില്ല. എല്ലാവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള വിശാലമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പൗരത്വ വിഷയത്തിൽ കേരളത്തിലെ ചില ക്രൈസ്തവ സഭാ നേതാക്കന്മാരൊക്കെ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നേരത്തെ. അല്ല, ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാര്യം ഇതിലില്ല. അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് യോജിച്ച പ്രക്ഷോഭത്തിന് എല്ലാ വിഭാഗം ജനങ്ങളും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വരും. കാരണം ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ഒരു കടന്നാക്രമമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കേരളം ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോഴും ഇതൊരു ഓൺലൈൻ പോർട്ടൽ രൂപീകരിച്ചുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്രം തീരുമാനം. അതെ, അതാണ് പറഞ്ഞത്. ചട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കുന്നത്. അത് തന്നെയാണല്ലോ ഈ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന കാര്യം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. സർക്കാരിൻ്റെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ സഹായമില്ല. അതുകൊണ്ടൊരു കാര്യം നിങ്ങൾ ചെയ്തോ, ഈ ഗവൺമെൻറ് തുടരാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഇതിൻ്റെ BJP ഗവൺമെൻറ്റാണല്ലോ ഇത് ഓരോ ദിവസം ഇങ്ങനെ പുതിയ കാര്യങ്ങളുമായിട്ട് ജനവിരുദ്ധമായിട്ട് വരുന്നത്. അതുകൊണ്ട് BJP ഗവൺമെൻറ് ഒരു ദിവസം മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇലക്ഷൻ തീരുമാനം വരണം. അപ്പോൾ BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ഇടതുപക്ഷ ശക്തികൾക്കും ജനാധിപത്യ ശക്തികൾക്കും ഈ രാജ്യത്ത് മുന്നോട്ടേക്ക് വരാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും സജീവമായിട്ട് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം.